ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും പോസ്റ്ററിൽ 4ാം ക്ലാസ്സുകാർക്ക് ഒരു വലിയ അവസരം. അപ്പം എന്താണ് ആ വലിയ അവസരം എന്നുള്ളത് പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ചൊരു പോർഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യമാണ്. അതിന് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെ എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് ആ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് നമുക്ക് പറയാം. എന്താണ് നിങ്ങൾക്ക് 4ാം ക്ലാസ്സിൽ കിട്ടുന്ന ആ വലിയൊരു അവസരം, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ആ വലിയൊരു അവസരം എന്താണ് എന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും, ഇപ്പം സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, CBSE സിലബസ് ആയിക്കോട്ടെ, ആർക്കും ഏത് ICSE സിലബസും കൂടെ ആയിക്കോട്ടെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത്? നമ്പർ സിസ്റ്റം. മാത്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു പോർഷനാണ് എന്ത്? നമ്പർ സിസ്റ്റം അല്ലേ? നമ്പർ സിസ്റ്റം, സംഖ്യ എന്ന് പറയും. നമ്മൾ മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടികൾ സംഖ്യാ സമ്പ്രദായം എന്ന് പറയും അല്ലേ? സംഖ്യ. അപ്പം ഈ നമ്പർ സിസ്റ്റം നമ്മൾ എന്താ ജസ്റ്റ് എങ്ങനെയാണ് നമ്പർ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുള്ളത്? നിങ്ങൾ 4ാം ക്ലാസ്സിലൊക്കെ എന്താ പഠിച്ചിട്ടുള്ളത്? എന്തായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക? നമ്മൾ ജസ്റ്റ് 2 4 2 എന്ന് എഴുതിയാൽ ഇതിന് നമ്മൾ എങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ട്? 242 അല്ലെങ്കിൽ 242 എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിന് പകരം നമുക്ക് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിന്ന് അടുത്ത വർഷത്തേന് വേണ്ടി ഓരോ എക്സാംസിന് വേണ്ടി, ഓരോ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി നമുക്ക് കുറച്ചധികം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പം നമ്മളോട് ചോദിക്കുവാണ് അവർ 200 + 40 + 2 എങ്ങനെ നമുക്ക് തന്നു. ഓക്കെ, അപ്പം ഇതിനെ നമ്മളോട് അവർ ചോദിക്കുന്നത്, നമ്മൾ വിചാരിക്കും ഇതിനെ എക്സ്പാൻഡഡ് ഫോമിൽ നിന്ന് മാറ്റാനാണ്, ഓൾറെഡി 242 എന്ന് എഴുതാൻ പറ്റുമോ അല്ലേ? അവർ ചിലപ്പോൾ തരുന്ന എന്താ, ഇതിന് ഈക്വൽ ആയിട്ട് വരുന്നത് ഏതെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻ A, B 2 ഓപ്ഷൻ കാണിക്കാം. ഒന്ന് അവർ തരും 210 4 ones 2 ones അല്ലെങ്കിൽ 2 ones എന്ന് വീണ്ടും തരും. അപ്പം ഇങ്ങനെ തെറ്റായിട്ടുള്ള ഓപ്ഷൻസ്. അല്ലെങ്കിൽ എന്ത് തരും? 200s 4 10s 2 ones. കണ്ടോ? ഇങ്ങനെ തരും. അപ്പം ഇതിന് ഈക്വൽ ആയിട്ടുള്ള ആൾ ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഏത് നമുക്ക് പറയാം? 200 എന്ന് പറഞ്ഞാൽ എന്താ? അത് 200 ആണ്. 4 10s എന്ന് വെച്ചാൽ എന്താ? അത് 4 × 10 40 ആണ്. 2 ones എന്ന് വെച്ചാൽ 2 × 1 അത് 2 ആണ്. അപ്പം നമുക്ക് ഏത് ആൻസർ പറയാം? ഓപ്ഷൻ ബി. ഒരിക്കലും നമ്മളോട് എന്ത് ചോദിക്കുന്നില്ല, ഇത് 242 ആണോ 2042 ആണോ 2002 ആണോ, ഇങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. ചോദിക്കുന്നത് എങ്ങനെയാ? 200 4 10s 2 ones ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ച് ചോദിക്കും. അപ്പം ഇതേപോലെ ഓരോ പാഠത്തിലും നമുക്ക് എന്തുണ്ട്? ബേസിക് ഇട്ടിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുന്ന രീതിയിൽ വരും. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറയും. ഇപ്പം നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും LSS ഒക്കെ എഴുതാൻ റെഡി ആയിട്ടിരിക്കുന്നവരായിരിക്കും അല്ലേ? LSS എഴുതാനായിട്ട് നമുക്ക് പറ്റുന്ന ആർക്കാ? ഓണപരീക്ഷയ്ക്കൊക്കെ നല്ല രീതിയിൽ മാർക്ക് കിട്ടുന്ന ആൾക്കാർക്കാണ് LSS എഴുതാൻ പറ്റുക. അപ്പോൾ LSSന് വേണ്ടി പഠിക്കുന്ന കുട്ടികളാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് ചാടുന്ന ആൾക്കാർ അല്ലേ? ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർ. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇനി വരാൻ പോകുന്ന ഒരു അവസരം എന്ന് പറയുന്നതാണ് ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞ സർപ്രൈസ്, നവോദയ സ്കൂളുകൾ കേട്ടോ. നവോദയ സ്കൂൾ എന്ന് പറയുന്നത്, ഈ നവോദയ സ്കൂളിന്റെ പ്രത്യേകത കുറേ പേരൻസിന് അറിയായിരിക്കും. മെയിൻ പ്രത്യേകതയാണ് ഫ്രീ എഡ്യൂക്കേഷൻ അല്ലേ? ഫ്രീ എഡ്യൂക്കേഷൻ. നമുക്ക് നവോദയ സ്കൂളിൽ വെറുതെ ചെന്ന് അപ്ലൈ എഴുതാൻ പറ്റൂല. അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതി അതിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് റാങ്കിൽ എത്തുകയും നമ്മൾ ചെയ്യണം. ഓക്കെ, നമുക്ക് ഒരു ജില്ലയിൽ ഒരു നവോദയ സ്കൂളുകളാണുള്ളത് കേട്ടോ. ഇപ്പം നമ്മൾ എറണാകുളം ജില്ലയിലാണ് നമ്മൾ വീട് എങ്കിൽ, നമ്മൾ താമസിക്കുന്നത് എടപ്പള്ളിയാണ് എങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എറണാകുളം നവോദയായ നേര്യമംഗലം നവോദയ സ്കൂളിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒരു ജില്ലയിൽ ഒരു നവോദയ സ്കൂൾ. അപ്പം എല്ലാ ജില്ലകളിലും നമുക്ക്
നവോദയ സ്കൂളുകളുണ്ട്. മൊത്തം 14 നവോദയ സ്കൂളുകൾ നമുക്കുണ്ട്. അപ്പൊ ഇതിനകത്തേക്കാണ് നമുക്ക് പരീക്ഷ വരുന്നത് കേട്ടോ. അപ്പൊ ഇപ്പോഴേ നമ്മൾ എന്തിനാണ് സാർ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാഗ്യം എന്ന് പറഞ്ഞത്? നമ്മൾ 5ാം ക്ലാസ്സിലേക്ക് കയറുവാണ്. ഈ വെക്കേഷൻ കഴിഞ്ഞ് നമ്മൾ 5ാം ക്ലാസ്സിൽ കയറുക. അപ്പൊ എന്താ പ്രശ്നം എന്നറിയോ? നവോദയയുടെ എക്സാം വരുന്നത് ഡിസംബർ മാസത്തിലാണ്. നമുക്ക് എപ്പോഴാണ് പോർഷൻസ് ഒക്കെ തീർക്കുന്നത്? അവര് മാർച്ച് ഫെബ്രുവരിയിൽ. അപ്പൊ ഡിസംബറിലുള്ള പരീക്ഷയ്ക്ക് വേണ്ടി ഇത് എല്ലാ മെയിൻ ബേസിക്കും പഠിച്ച് അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചേരണം. 4th ടൈമിലേ നമ്മൾ ചേരണം. ഇപ്പോഴേ നമ്മൾ 4 തീരുക. ഇപ്പോഴേ നമുക്ക് 4th സ്റ്റാൻഡേർഡിൽ എന്ത് നോക്കാം? നമുക്ക് ഈ 5 നിങ്ങൾ തൊട്ട് മുമ്പ് പഠിച്ച 4th ബേസിക് നിങ്ങൾക്ക് നന്നായിട്ടൊന്നും കൂടെ നമ്മൾ നോക്കും. അതും എല്ലാ കാര്യമൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് മാത്രമേ നിങ്ങളെ പഠിപ്പിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ആ എക്സാമിന് വേണ്ടത് മാത്രം. ഓക്കെ, അപ്പൊ 4th ബേസിക് നമ്മൾ പഠിച്ചു. 4th ബേസിക് നമ്മൾ പഠിക്കുവാണ്. ഇപ്പൊ നമ്മൾ കയറിയിട്ട് നമ്മൾ 4th ബേസിക് പഠിക്കണം. ഓക്കെ, വെക്കേഷൻ ടൈം ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നിങ്ങൾ ആദ്യത്തെ പോർഷൻസ്, എനിക്ക് തോന്നുന്നു ഇപ്പൊ CBSE ആയാലും സ്റ്റേറ്റ് സിലബസ് ആയാലും നമുക്ക് ആദ്യത്തെ പോർഷൻസ് വിട്ടുകളാം. പക്ഷെ അങ്ങനെയല്ല, നവോദയക്ക് നമുക്ക് ആദ്യത്തെ പോർഷൻസിനെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ 4th ബേസിക്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് 5th കയറുവാണ്. 5th കയറുമ്പോൾ നമ്മൾ കയറുന്നത് മക്കളെ ജൂണിലാണ് അല്ലേ? നമുക്ക് എക്സാം വരുന്നത് ഡിസംബറിലാണ്. അപ്പൊ ഈ ഒരു ഗ്യാപ്പേ നമുക്കുള്ളൂ. ഈ ഒരു ഗ്യാപ്പ് കൊണ്ട് 5th സാധാ സിലബസ് നമ്മൾ പഠിക്കണം. നവോദയ സിലബസും പഠിക്കണം. അപ്പൊ ഇതിനുള്ള സമയം നമുക്ക് ഇപ്പൊ കിട്ടുമോ? നമ്മളൊന്ന് ആലോചിക്കുക. നിങ്ങൾ വിചാരിക്കുക, ഓ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് നവോദയക്ക് വേണ്ടി ഇരുന്ന് പഠിച്ചാൽ മതി എന്ന് വെച്ചാൽ എന്താ പറ്റണേ? ഈ ജൂണില് നിങ്ങൾ ഇവിടുത്തെ ബേസിക്കും നോക്കണം, 5ന്റെ സ്റ്റാർട്ടിംഗ് ബേസിക്ക് നോക്കണം, അതേപോലെ 5ന്റെ സിലബസും നോക്കണം, നവോദയയുടെ സിലബസും നോക്കണം. നമുക്കതൊരു ടഫ് കോമ്പറ്റീഷൻ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് നമ്മുടെ ലോങ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് വെക്കേഷൻ ടൈം ആകുമ്പോഴത്തേനുമേ നമുക്ക് എന്ത് ചെയ്യണം? 5th പോർഷൻസ് കവർ ചെയ്യണം. ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് നമുക്ക് പഠിച്ചെത്തണം. എങ്കിലാണ് ലാസ്റ്റ് എത്തുമ്പോൾ നമുക്ക് റിവിഷൻ ചെയ്തിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ സാറ് പറഞ്ഞ നവോദയ സ്കൂളുകളിലേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് നമുക്ക് 5ാം ക്ലാസ്സിൽ നിങ്ങൾ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ പഠിക്കണം. 5th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പരീക്ഷ എഴുതുന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6th സ്റ്റാൻഡേർഡ് ആവുമ്പോൾ എവിടെ പഠിക്കാൻ പറ്റും? എവിടെയാണ് പഠിക്കാൻ പറ്റുക? 6th സ്റ്റാൻഡേർഡ് ആവുമ്പോൾ നിങ്ങൾക്ക് നവോദയ സ്കൂളിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ടുള്ള നവോദയ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കാനായിട്ട് 9496949929 വിളിക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക് കാണാനായിട്ട് നമുക്ക് CC+ ഒരു ആപ്പ് ഉണ്ട്. ആപ്പിൽ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്, ഒരുപാട് ബേസിക്. അതുകൂടാതെ നമ്മുടെ ലൈവ് ക്ലാസ്സസും ഉണ്ട്. ലൈവ് ക്ലാസ്സസ് കാണണം, അതാണ് ഏറ്റവും മസ്റ്റായിട്ട് കാണേണ്ടത്. അത് കൂടാതെ തന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും എല്ലാം ചോദിക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ട് ഇപ്പോഴേ നമുക്ക് നമ്മുടെ CC+ൽ എല്ലാ പ്രാവശ്യവും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ ലോങ് ബാച്ചിൽ നിന്നാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ബാച്ചിലെ കുട്ടികൾ ആദ്യമേ എല്ലാം പഠിച്ച് എന്ത് ചെയ്യും? ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ ഇവർ റിവിഷൻസ് ആണ്, പിന്നെ റിവിഷൻ ക്ലാസ്സുകളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവിഷൻ അടിപൊളിയായിട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ വേഗം തന്നെ സീറ്റ് ഉറപ്പിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9496949929. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.